നമസ്തേ. ഏതൊരു വർഷമായാലും ഓഗസ്റ്റ് മാസം 7-ാം തീയതി ജനിക്കുന്ന വ്യക്തികൾ, സ്ത്രീ ആയാലും പുരുഷനായാലും, അവരുടെ ഭാഗ്യസംഖ്യ 7ആണ്. 1 തൊട്ട് 9 വരെയുള്ള അക്കങ്ങളിൽ ഏറ്റവും മഹനീയം, ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിക്കുന്ന നമ്പർ 7ആണ്. മനോദുഃഖം കൂടുതൽ അനുഭവിക്കുന്നവരും അവർ തന്നെയാണ്. 7ൻ്റെ പ്രാധാന്യം സപ്തസ്വരങ്ങൾ, സരിഗമ പദനീസ. 7 ആകാശം കവിസങ്കല്പത്തിലാണെങ്കിലും, 7 ഭൂഖണ്ഡങ്ങൾ, 7 സമുദ്രങ്ങൾ, മഴവില്ലിന് 7 നിറങ്ങൾ, ലോകത്തിലെ തന്നെ ഏറ്റവും വിശിഷ്ടമായ പൂവ് എന്ന് കണക്കാക്കുന്ന താമരപ്പൂവിന് 7 ഇതൾ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഘതം, വിശുദ്ധിചക്രം, ആജ്ഞചക്രം, സഹസ്രാരം, 7 ചക്രാസ്. 7 ഇതെല്ലാം സ്പിരിച്വാലിറ്റിയെ കാണിക്കുന്നതാണ്. 7-ാം തീയതി ജനിച്ച ആൾക്കാർ പൊതുവെ കലാപരമായ ഒരു കഴിവുള്ളവരാണ്. സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, കാര്യപ്രാപ്തിയുള്ളവരാണ്, തെറ്റില്ലാത്ത സ്നേഹം ഉള്ളവരാണ്. പൊതുജന കാര്യങ്ങളിൽ ഇടപെട്ടാൽ വിജയിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ ദൂഷ്യം, പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, പങ്ക് കച്ചവടത്തിന് ദയവായി ഇറങ്ങിത്തിരിക്കരുത്. വഞ്ചനയിൽ പെടാം. ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരനുമായിട്ട് പങ്ക് കച്ചവടം ചെയ്തു എന്ന് വയ്ക്കുക. കുടുംബകലഹമൊന്നും ഉണ്ടാകാനുള്ള ആഗ്രഹിക്കുന്നതല്ല. ഇനി അഥവാ ആരെങ്കിലും ഇത് കേൾക്കുന്നവർ, വീഡിയോ അധികം ആൾക്കാർ കാണുന്നില്ല എന്നുള്ള സത്യം വേറെ. ഇപ്പോൾ യൂട്യൂബിൽ എന്തോ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അറിഞ്ഞു. നിങ്ങൾ ആരോടും പങ്ക് കച്ചവടത്തിന് പോകരുത്. നിങ്ങൾക്ക് ധാരാളം ആശയങ്ങളുള്ള ആൾക്കാരാണ്. പിന്നെ എന്തിനു പങ്ക് കച്ചവടത്തിന് പോകുന്നു? അപ്പോൾ ക്യാപിറ്റൽ ഫണ്ടിന് വേണ്ടിയിട്ട് അല്ലേ? ക്യാപിറ്റൽ ഫണ്ടിന് വേണ്ടി നിങ്ങൾക്കുള്ളപ്പം കച്ചവടം ചെയ്താൽ മതി. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടാകും നിങ്ങൾക്ക്. നിങ്ങളുടെ പേരിൽ O എന്ന ലെറ്റർ ഉണ്ടെന്ന് വയ്ക്കുക. അത് വളരെ സപ്പോർട്ടിങ്ങാണ്. പക്ഷേ അനുയോജ്യമായ രീതിയിൽ വേണം. സാധാരണ ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് ഓരോ അക്കങ്ങൾക്കും ഓരോരോ അക്ഷരങ്ങൾ, ഇത്ര ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ന്യൂമറോളജി പ്രകാരം ഉണ്ട്. സത്യമാണ്, അംഗീകരിക്കും. പക്ഷേ പ്രോപ്പറായ രീതിയിൽ വേണം. ഒരു ചെറിയൊരു ഉദാഹരണം, ശർക്കരയ്ക്ക് നല്ല മധുരമാണ്. പൊതുവേ ആൾക്കാർക്ക് ശർക്കരയുടെ മധുരം ഇഷ്ടമാണ്. പുളി ആൾക്കാർക്ക് ചില ചേരുവകൾക്ക് ഏറ്റവും നല്ലതാണ്. പുളി ഇല്ലെങ്കിൽ ചില കറിക്ക് രുചി പോലും കാണത്തില്ല. ആ പുളിയുടെ സ്ഥാനത്ത് ശർക്കര നല്ലതാണല്ലോ, നല്ല ടേസ്റ്റാണല്ലോ, ശർക്കര ഇട്ടാൽ ടേസ്റ്റ് പോയില്ലേ? അതുപോലെ തിരിച്ചും, അതുപോലെ ഏത് ടേസ്റ്റായാലും. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ഇംഗ്ലീഷ് ലെറ്റേഴ്സിനെ നമ്മളുടെ നാമകരണം ചെയ്യുമ്പോൾ ഇടുന്നതിൻ്റെ പേരാണ് പ്രോണോളജി. ന്യൂമറോളജി അല്ല. ന്യൂമറോളജി പ്രകാരം നമ്മൾ അക്ഷരങ്ങൾ സെലക്ട് ചെയ്യുന്നു, ഇന്ന ലെറ്റേഴ്സ് വേണമെന്ന്. പക്ഷേ പ്രോണോളജി പ്രകാരം ഏതാണ് ഏറ്റവും അനുയോജ്യമാണ് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടേ നാമം ഇടാവൂ, നാമകരണം ചെയ്യാവൂ. ഉദാഹരണം പറയാമല്ലോ, 7-ാം തീയതി ജനിച്ച വ്യക്തികൾക്ക് O എന്ന ലെറ്റർ സപ്പോർട്ടിംഗ് ആണ്. അവരുടെ പേര് മനോജ്. മനോജൊക്കെ വളരെ കോമൺ നെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ എടുക്കുന്നത്. മനോജിനകത്ത് N കഴിഞ്ഞിട്ട് ഒരു O ഉണ്ടല്ലോ, അപ്പോൾ സപ്പോർട്ടിംഗ് ആണോ? അല്ല. എനിക്ക് ചില മനോജന്മാർ സുഹൃത്തുക്കളുണ്ട്, അവരെ ഒന്നും കണക്ക് കൂട്ടുന്നില്ല. ഒരു ന്യൂമറോളജിസ്റ്റ്, ഒരു പ്രോണോളജിസ്റ്റ് എന്ന നിലയിൽ മാത്രമാണ് ഇത് എല്ലാ വിശദീകരണവും. വ്യക്തിപരമായ ഒരു ഇൻസൾട്ടേഷനൊന്നുമില്ല. അത് എന്നെ അറിയാവുന്നവർക്കും അറിയാം. MAN കഴിഞ്ഞിട്ട് ഒരു O വരുന്നുണ്ട്, നോ. അത് അവരുടെ ലൈഫിനെ ശരിക്കും ബാധിക്കും, ഏതെങ്കിലും ലെവലിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് അനുയോജ്യമായ രീതിയിൽ വേണം നാമകരണവും ചെയ്യുവാൻ. നിങ്ങൾ കടുത്ത നിറങ്ങൾ ധരിക്കരുത്. പച്ച, മഞ്ഞ, നീലയൊക്കെ സപ്പോർട്ടിംഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിങ്ങിന് പോകുമ്പോൾ ലൈറ്റ് ബ്ലൂ ഒക്കെ വളരെ സപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, താങ്ക് യു. അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. താങ്ക് യു വെരി മച്ച്.